ഓസീസിനെ തകർത്ത ഇന്ത്യൻ ടീം ഫൈനലിലേക്ക്. ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ 4 വിക്കറ്റിന് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യൻ ടീമിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. അസാമാന്യ കഴിവിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രകടനമാണ് ഇന്ന് കണ്ടതെന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചു. ആവേശവുമായി കായിക പ്രേമികളും ഈ ഒരു വിജയത്തെ ആഹ്ലാദമാക്കി മാറ്റുകയാണ്. Congratulations Virat, many congratulations Rohit, well played, congratulations. अच्छा किया, बहुत बढ़िया किया कोहली ने. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ കുമാർ ചെയ്തുകൊണ്ട്. നിഖിൽ, ഒരുപക്ഷെ കാത്തിരുന്ന ആ ഒരു നിമിഷം തന്നെയാണ് ഇന്ന് കണ്ടത്. എല്ലാ കായിക പ്രേമികളും ഉറ്റുനോക്കിയ ആ ഒരു മത്സരത്തിൽ ഭാരതം ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി കാണേണ്ടത് ഫൈനലിൽ ആരാണ്, അല്ലെങ്കിൽ ഫൈനലിൽ എതിരാളിയാവുക ആരാണ് എന്നുള്ളതാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളി ആരാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം നാളെ നടക്കുന്ന ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡ് മത്സരം, ആ മത്സരത്തിലെ വിജയിയെ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നേരിടും. ഞായറാഴ്ച ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആണ് മത്സരം നടക്കുക. ഏറ്റവും വലിയ ശ്രദ്ധേയകരമായ കാര്യം, ഇന്ത്യയുടെ വിജയത്തിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യമുള്ളത്, പാകിസ്ഥാൻ പൂർണ്ണമായും ആതിഥ്യം അരുളുന്ന ഒരു ചാമ്പ്യൻസ് ട്രോഫിയിൽ അതിന്റെ ഫൈനൽ മത്സരം ദുബായിൽ വെച്ച്, കാരണം ഇന്ത്യ കളിക്കുന്ന മത്സരങ്ങളെല്ലാം ദുബായിൽ വെച്ച് നടത്തും എന്ന് ICC നേരത്തെ അറിയിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യ ഫൈനലെത്തിയോടുകൂടി പാകിസ്ഥാൻ നടക്കുന്ന ഒരു ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരം അത് ദുബായിലേക്ക് മാറ്റുന്നു. ദുബായിൽ വരുന്ന ഞായറാഴ്ച മത്സരം എന്തായാലും നടക്കും. ഇനി മത്സരത്തിലേക്ക് വന്നാൽ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗിലും ബൗളിംഗിലും തിളങ്ങിയ ഒരു പ്രകടനം തന്നെ ടീം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു വിജയം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. 2023 2023 ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഓസ്ട്രേലിയ കിരീടം ചൂടിയത്. ആ ഒരു തോൽവിക്ക് ഇന്ത്യ എന്തായാലും ഇന്ന് പകരം വീട്ടിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട്, സെമിയിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്ക് ഇന്ത്യ പ്രവേശിച്ചിട്ടുണ്ട്. 4 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. 11 പന്തുകൾ ബാക്കി നിൽക്കെ ഓസ്ട്രേലിയ ഉയർത്തിയ 265 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ മറികടക്കുകയായിരുന്നു. ഇന്ത്യയുടെ 6 വിക്കറ്റുകൾ നഷ്ടമായി. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രകടനം വിരാട് കോഹ്ലിയുടെയും ഒപ്പം തന്നെ KL രാഹുലിന്റെയും ശ്രേയസ് അയ്യരുടെയും ഒക്കെ പ്രകടനം എന്തായാലും എടുത്തു പറയേണ്ടതാണ്. കാരണം വിരാട് കോഹ്ലിക്ക് 16 റൺസ് അകലെ ഒരു സെഞ്ചുറി നഷ്ടമാകുന്നു. 98 പന്തിൽ നിന്ന് 84 റൺസ് എടുത്താണ് വിരാട് കോഹ്ലി ആദം സാംബയ്ക്ക് മുന്നിൽ വീഴുന്നത്. ഒപ്പം ശ്രേയസ് അയ്യരിലേക്ക് വന്നാൽ 5 റൺസ് അകലെയാണ് ശ്രേയസ് അയ്യർക്ക് ഒരു അർദ്ധ സെഞ്ചുറി നഷ്ടമാകുന്നത്. 62 പന്തിൽ 45 റൺസ് എടുത്താണ് ശ്രേയസ് അയ്യർ പുറത്താകുന്നത്. KL രാഹുലിലേക്ക് വന്നു കഴിഞ്ഞാൽ KL രാഹുൽ 42 റൺസ്, 34 പന്തിൽ നിന്നും 42 റൺസ് എടുത്തു KL രാഹുൽ പുറത്താകാതെ നിന്നു. അതായത് മത്സരം വിജയത്തിലേക്ക് അടുപ്പിച്ചതിന് ശേഷം വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും ഒക്കെ ചേർന്ന് ഒരു വിജയ തീരത്തേക്ക് എത്തിച്ചെങ്കിൽ ആ തീരത്ത് എത്തിച്ച് അത് കൃത്യമായി ഫിനിഷ് ചെയ്തത് KL രാഹുലാണ് എന്ന് പറയാം. ഒരു അവസാനം ഒരു സിക്സറിലൂടെ 48ാം ഓവറിലെ ആദ്യ പന്തിൽ സിക്സറിലൂടെ ടീം ഇന്ത്യക്ക് വിജയം സമ്മാനിക്കുകയായിരുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം ഹാർദിക് പാണ്ഡ്യയുടേതാണ്. കാരണം മത്സരം അവസാന ഘട്ടത്തിലേക്ക് പ്രഷർ സിറ്റുവേഷനിലേക്ക് കൂടുതൽ ടൈറ്റ് ആകുന്ന സാഹചര്യത്തിൽ ക്രീസിലെത്തിയ ഹാർദിക് പാണ്ഡ്യ നിർണായകമായി 28 റൺസ് 24 പന്തിൽ നിന്നും 28 റൺസ് നേടുകയുണ്ടായി. 3 6ഉം ഒരു 4ഉം അടക്കമാണ് ഈ ഒരു ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിംഗ്സ് എന്ന് പറയുന്നത്. ഒപ്പം നായകൻ രോഹിത് ശർമ്മ 28 റൺസാണ് സ്വന്തമാക്കിയത്. എന്തായാലും ബാറ്റിംഗിൽ ഇന്ത്യയുടെ മികച്ച പ്രകടനം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയാം. ഇനി ബൗളിംഗിലേക്ക് വന്നാൽ നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയയെ 264 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആക്കുകയായിരുന്നു. 3 പന്തുകൾ ശേഷിക്കെ 49ാമത്തെ ഓവറിലെ 3ാമത്തെ പന്തിൽ 264 റൺസിന് ഇന്ത്യ ഓസീസിനെ പുറത്താക്കുകയായിരുന്നു. മുഹമ്മദ് ഷമി 10 ഓവറിൽ 48 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ മുഹമ്മദ് ഷമി വീഴ്ത്തുന്ന ഒരു കാഴ്ച കണ്ടു. ഒപ്പം ഹാർദിക് പാണ്ഡ്യ 1 വിക്കറ്റും, കുൽദീപ് യാദവ് ഇന്ന് വിക്കറ്റുകൾ നേടാൻ സാധിച്ചില്ല. വരുൺ ചക്രവർത്തി 2 വിക്കറ്റുകൾ, 10 ഓവറിൽ 49 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ വീഴ്ത്തി. രവീന്ദ്ര ജഡേജ. നിഖിൽ സൂചിപ്പിച്ചതുപോലെ ആവേശകരമായൊരു മത്സരം അവസാനിച്ചിരിക്കുകയാണ്. എന്നിരുന്നാൽ കൂടിയും ആരാധകരുടെ ആവേശ പ്രകടനം ഇപ്പോഴും തീരുന്നില്ല. ദുബായിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ കൂടി ചേരുന്നുണ്ട്. ഷിൻസ, മലയാളികൾ ഉൾപ്പെടെയുള്ള കായിക പ്രേമികളാണ് ഇന്ന് ഈ ഒരു മത്സരം വീക്ഷിച്ച് പുറത്തേക്ക് മടങ്ങിയത്. അവരുടെ ആവേശം യാതൊരു തെല്ലും കുറവില്ലാതെ ഈ ഒരു വിജയത്തെ അവർ ആഹ്ലാദമാക്കി മാറ്റുന്ന ഒരു കാഴ്ചയല്ലേ ഉള്ളത്? തീർച്ചയായും ഇന്നത്തെ രാത്രി ഇന്ത്യൻ ആരാധകർ ഉറക്കമില്ലാത്ത ഒരു രാത്രിയാണ് സമ്മാനിക്കുക. നിറഞ്ഞു കവിഞ്ഞ കാണികൾക്ക് മുന്നിലായിരുന്നു ഇന്ത്യയുടെ വിജയം. നമ്മൾ രാവിലെ പറഞ്ഞു, രാവിലെ തന്നെ
കളി കാണാൻ, അതായത് ഉച്ചയ്ക്ക് 1 മണിക്കുള്ള കളിക്ക് രാവിലെ UAE സമയം 10 മണിയോട് തന്നെ ആൾക്കാർ ഇങ്ങോട്ട് എത്തിയിരുന്നു. നിറഞ്ഞ മലയാളികൾ അടക്കമുള്ളവരും ഇന്ത്യയിൽ നിന്ന് കളി കാണാൻ ആരാധകർ, ഇന്നത്തെ കളിക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇന്ന് കാണാൻ വന്നവരും ഉണ്ടായിരുന്നു. അപ്പോൾ നിറഞ്ഞു കവിഞ്ഞ കാണികൾക്ക് മുന്നിലായിരുന്നു ഇന്ത്യയുടെ വിജയം. ഇന്ത്യ നേടുന്ന ഓരോ റൺസിനും വിജയ ആരവം സ്റ്റേഡിയത്തിൽ മുഴങ്ങുകയായിരുന്നു. അപ്പൊ ഈ ഗാലറിയുടെ ഒരു സപ്പോർട്ട് കൂടെ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായെന്ന് പറയാം. പിന്നെ അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾ, മികച്ച കോഹ്ലിയെ ഇഷ്ടപ്പെടുന്നവരാണ് കളി കാണാൻ ഏറ്റവും ഭൂരിഭാഗം. അവർ പറഞ്ഞ് കോഹ്ലി ഇന്ന് സെഞ്ചുറി അടിച്ച് ഇന്ത്യ വിജയിപ്പിക്കുമെന്നാണ്. കോഹ്ലിക്ക് ഇന്ന് സെഞ്ചുറി അടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും കോഹ്ലി നല്ല രീതിയിൽ സ്കോർ ചെയ്തു അവരെ എല്ലാവരെയും അത് തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ മികച്ചൊരു മത്സരം കാണാൻ അതിന്റെ സന്തോഷമാണ്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പ് ഏകദിന ലോകകപ്പ് 2023 ഫൈനലിൽ ഇന്ത്യ തോറ്റിരുന്നു. അതിന് പ്രതികാരം വീട്ടിയെന്നാണ് എല്ലാവരും പറയുന്നത്. കളി കാണുന്നതിന് മുൻപ് ആൾക്കാർ പറഞ്ഞത് ഇതിന് പ്രതികാരം ഇന്ത്യക്ക് ഇന്ന് ദുബായിൽ വെച്ച് വീട്ടണം. അത് സാധ്യമായിട്ടുണ്ട്. ഇനിയിപ്പോ എല്ലാവരുടെ പ്രതീക്ഷ ഈ വരുന്ന ഞായറാഴ്ച ഇവിടെ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡോ ആ ടീമിനെ തോൽപ്പിച്ച് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഉയർത്തുന്നത് കാണാനാണ്. അതിനുവേണ്ടി എല്ലാവരും വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. നിറഞ്ഞ ആവേശമാണ്. ദുബായിലെ നിരത്തുകളാണ് ഇപ്പൊ നിറഞ്ഞിരിക്കുകയാണ്. ആഹ്ലാദ പ്രകടനം നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു നീലമയമാണ് ഇപ്പോൾ ഇവിടെ. ശരി, ദുബായിൽ നിന്ന് ഷിൻസാണ് വിവരങ്ങൾ നൽകിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും M. നിഖിൽ കുമാറും വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചു.